ഹലോ അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ നിഹാല നാസിക്, ലൈഫ് ഓഫ് നിഹാല. അപ്പം എന്തോ ഒരു ശബ്ദമുണ്ട്, അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഫ്രൈഡേ മെയ് 8 മോൻ്റെ സർക്കംസിഷൻ സെറമണിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു 100 പേരൊക്കെ വെച്ചിട്ട് ഒരു പരിപാടിയുണ്ട്. എനിക്ക് തോന്നുന്നു നാത്തൂൻ്റെ കല്യാണത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു പരിപാടി നടക്കാൻ പോകാട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പരിപാടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ സമയം 7 മണിയായി. 8 മണിക്ക് മോനിക്ക് മദ്രസ ഉണ്ട്. അപ്പം അവന് പറഞ്ഞയക്കണം. നമുക്ക് 9:20 വരെ മദ്രസ ഉണ്ട് കേട്ടോ. സ്കൂളിൻ്റെ മദ്രസ ഉണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് അവനെ റെഡിയാക്കി അവനെ വിടാം. ആൻഡ് ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പന്തലൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അത് അവർ ഇന്ന് രാവിലെ വന്നിട്ട് ചെയ്തു തരുമെന്നാണ് പറഞ്ഞ് കാണിച്ചു തരാം. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. മോനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ ഈ ഒരു ബൊക്ക. അതെനിക്ക് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പൈസ എടുത്തിട്ട് ഇതുപോലൊരു ബൊക്ക ചെയ്തിട്ട് എനിക്ക് പരിപാടി ദിവസം കൊടുക്കാമെന്നുള്ളത് ഞാൻ ഓൾറെഡി വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവനക്കിടാനുള്ള അവന് കൊടുക്കാനുള്ള ബൊക്ക, പിന്നെ അവൻ്റെ ഷൂസ് ആൻഡ് തൊപ്പി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിത് അങ്ങനെ ഒരു ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ മൊയ്തീൻ പള്ളീൻ്റെ ബാക്കിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഡ്രസ്സ് ജുബ ഹൗസാണ്. ഇതാണ് പള്ളിയിൽ പോകുമ്പോൾ ഇടുന്ന വൈറ്റ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രസ്സുണ്ട്, അത് കുറച്ച് പാർട്ടി വെയർ ആയിട്ടാണ്. അതിൻ്റെ ബ്രദർ എടുത്തു തന്നതാണ് കേട്ടോ. നമ്മൾ മാമന്മാരാണല്ലോ പള്ളിയിൽ പോക്കിനുള്ള ഡ്രസ്സ് എടുക്കല്. പക്ഷേ ഇപ്രാവശ്യം പള്ളിയിൽ പോക്കിന് ഞാൻ തന്നെയാണ് എടുത്തത്. കാരണം വൈറ്റ് ഒരു സാധാ പോലത്തത് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പള്ളിയിലല്ലേ പോകുന്നത്. പിന്നെ അവൻ്റെ ആദ്യത്തെ പള്ളിപ്പോക്കാണ്. സോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവനെ മാറ്റിക്കൊക്കെ വേണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനിപ്പം അൽമാറ തുറന്നത് എന്തിനാ വെച്ചാൽ എനിക്ക് മദ്രസ പോകാനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് കാണിച്ചതാണ്. അങ്ങനെ ആക്കുള്ള മദ്രസയിലെ ഡ്രസ്സൊക്കെ തന്നെ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആൾ പറഞ്ഞു ഇന്ന് പോകണം അമ്മ. പക്ഷേ ഞാൻ പറഞ്ഞു മോനെ എന്തായാലും പോകണം, വെറുതെ രാവിലെ 9:20 വരെയുള്ളൂ, വെറുതെ ലീവാക്കണ്ടല്ലോ അല്ലേ. എനിക്കങ്ങനെ അൺവാണ്ടഡ് കാര്യത്തിൽ ഇങ്ങനെ വെറുതെ ലീവാക്കുന്ന കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഞാനതൊന്നും പ്രോത്സാഹിപ്പിക്കാറേ ഇല്ല. അങ്ങനെ ഇതാ കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം ആൾ വെളിങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. പിന്നെ ഞാൻ എന്തായാലും നിർബന്ധിക്കാനും പോലെ, കാരണം അതിനുള്ള സമയമൊന്നും കാണുമല്ലോ അല്ലേ. നമ്മൾ വേഗം പുട്ടും കടലക്കറി ആക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം ഉമ്മാണ് കേട്ടോ എല്ലാം ആക്കിയത്. ഇന്നത്തെ ദിവസം ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്, വെള്ളം കലക്കി കൊടുത്തു. പിന്നെ ചിക്കനൊക്കെ കായം തേക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോഴേത്തിന് ഇതാ എൻ്റെ PA എഴുന്നേറ്റിട്ടുണ്ട്. ഇയാൾ കാരണമാണ് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. എല്ലാവരും ചോദിക്കും കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അവന് നോക്കാനേ എനിക്കിപ്പോൾ നേരമുള്ളൂ. കാരണം ഇപ്പം നല്ല പൊടുപ്പിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ആൾ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കുക്കിങ്ങിനും കാര്യങ്ങളൊന്നും സമയം ഉണ്ടാവാറില്ല. ഇല്ല സമയം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെയ്ത് കൊടുക്കുന്നല്ലാതെ വേറെ ഒന്നിനും സമയം കിട്ടാറില്ല കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാ ഞാൻ പുട്ടും ചായയൊക്കെ തിന്നുന്നുണ്ട്. ആൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 സമയമായിട്ടാട്ടോ കൊടുക്കുക. അതായത് ഒരേ ഫുഡ് തന്നെ അരമണിക്കൂർ 3/4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുക്കുക. ആളങ്ങനെ കഴിക്കുകയുള്ളൂ കേട്ടോ. അതിനെന്തായാലും ഞാനിതാ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ മിൻറ്റ് ലൈമാണ് ആക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം പൈനാപ്പിൾ ലൈം ആക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ പൈനാപ്പിളിന് കുറേ ചണ്ടി വരുന്നുള്ളതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. മിൻറ്റ് ലൈമൊക്കെ ചെയ്ത് അങ്ങനെ ഇതാ ഇനിയിപ്പം കോഴിയൊക്കെ അടിപൊളിയായിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. പൊരിക്കാനാട്ടോ. നമ്മൾ ബീഫ് ബിരിയാണിയും കോഴി പൊരിച്ചതുമാണ്. പിന്നെ ഫ്രൂട്ട്സും പാൽക്കാവിയാണ് കേട്ടോ. അങ്ങനെ ഒരു സിമ്പിൾ മെനു ആണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഞാനും നാസിക്കയും കോർഡിനേറ്റ് ചെയ്തൊരു പരിപാടി നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ. കാരണം മറ്റേത് എല്ലാം ഉപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയ ഭാരമില്ലായിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഉപ്പ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതാട്ടോ. കാരണം നമ്മളും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും ഒക്കെ. എന്തായാലും നമ്മളിതാ കോഴിയൊക്കെ അടിപൊളിയായിട്ട് കായൊക്കെ തേച്ചിട്ടുണ്ട്. ആരും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ എൻ്റെ ഉമ്മയുണ്ട്, അനിയത്തിയുണ്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ, വീട്ടിലുള്ളവരും തന്നെ ഉള്ളൂ.
പിന്നെ ചിഞ്ചുണ്ട്. പിന്നെ ഇതാ ഫ്ലെക്സ് ഞാൻ അടുപ്പിച്ചതാണ്. ഇത് നമ്മൾ മാങ്കാവ് ഹിൽട്ടണിനാണ് അടുപ്പിച്ചത്. അവർ തന്നെ എഡിറ്റ് ചെയ്ത് അവർ തന്നെ ചെയ്ത് തന്നതാട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെക്സ് ഒന്ന് ഹാങ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു വൈറ്റ് കോട്ടനും ഒക്കെ ഇട്ടുങ്ങാണ്ട് ചെറിയൊരു സ്റ്റേജിൻ്റെ ബാക്ക് പോലെ കേട്ടോ. നമ്മൾ ആളെ കുളിപ്പിച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സ് മാറ്റാ. നറീസിന് എന്താ സുന്നത്ത് കല്യാണം. അപ്പം ഇനി ഒന്നുകൂടി മുട്ട മുറിക്കാൻ പോവാ, പിന്നെന്താക്കാൻ പോവാ? കല്യാണ അല്ലേ? യെസ്, നമ്മളെ കുട്ടി മാറ്റി സുന്ദരനായോ. അങ്ങനെ അവരിതാ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിയതിൻ്റെ മിച്ചം ഇങ്ങോട്ട് കിട്ടിയതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് നമ്മൾ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3500 ഒക്കെ വരും. എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച്. കാരണം എന്തായാലും നമ്മളിവിടെ ഫുഡിന് ടേബിളും കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ താഴെ നമുക്ക് തന്നെ ഒരു ഞാൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സമയം എത്രയായി? 11:30 ആയിട്ടോ. ഞാൻ കുളിച്ച് മാറ്റി സുന്ദരി ആയോ നിങ്ങൾ പറയുന്ന കേട്ടോ. അപ്പം ഇത് ഞാൻ ഇതിനായിട്ട് ഫുള്ള് കാണുന്നില്ല അല്ലേ? ഇതിനായിട്ട് എടുത്ത ഔട്ട്ഫിറ്റ് ഒന്നല്ല. ഇത് പെരുന്നാളിന്, ചെറിയ പെരുന്നാളിന് ഇപ്പോൾ 2 ഡ്രസ്സ് വാങ്ങി തന്നെ, അതിലൊരെണ്ണമാണ്. അപ്പോൾ അത് ഇന്നത്തെ ദിവസം ഇടാനാണ് യോഗം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ആരും വന്നിട്ടില്ല ഇതുവരെ. ആളിതാ മാറ്റി ഫോണ് കളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ പുറത്തെന്താ അവസ്ഥ? അതാ നമ്മൾ സ്റ്റേജ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സ്റ്റേജിനൊന്നും പറയാൻ പറ്റില്ല, ഞാൻ തന്നെ ചെറിയ രീതിയിൽ സെറ്റപ്പ് ചെയ്തൊരു ചെറിയൊരു ഇത്, അത് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ പുല്ലുള്ളതുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് പിരിച്ചെടുത്തേക്കുന്നു. ഇനി ഇവിടെയൊക്കെ ടേബിൾ സെറ്റ് ചെയ്യണം. ഒരു ഫാനുണ്ട്, അധികം ചൂടില്ല കേട്ടോ, 2 ദിവസം മഴ ആയതുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പരിപാടിയൊക്കെ നമുക്ക് കാണാം. ഓരോരുത്തർ ആരാദ്യം വരും നോക്കട്ടെ അല്ലേ? ആരാണ് നമ്മൾ ആദ്യത്തെ ഗസ്റ്റ് നോക്കാം. ഓക്കെ, ആരാദ്യം വരും എന്ന് പറഞ്ഞപ്പോഴാട്ടോ അത് നാസ്കാൻ്റെ ഫ്രണ്ടാണ് ജാസിക്ക. അപ്പം ജാസിക്ക വന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. ചിക്കനൊക്കെ വരെ പൊരിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് ഏകദേശം ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചക്കറി മീൻസ് നമ്മൾ വെറുംചോറും പിന്നെ മത്തൻ്റെ ഒരു കറിയും ഉപ്പേരിയും പപ്പടും അത് വെക്കുന്നുണ്ട്. കാരണം ചിലർ ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിലും, പക്ഷേ ആകെ 2 ആൾക്കാരായിട്ട് വെറുംചോറ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ബിരിയാണി തന്നെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടത്. അങ്ങനെ എന്തായാലും നമ്മളിതാ ഫുള്ള് ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആൾക്കാർ വന്നാൽ മതി. ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ആരും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ആരാദ്യം വരും നമുക്ക് നോക്കാം. അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഈ വീഡിയോ കാണുമ്പോഴേ അവരും അത് കാണുകയുള്ളൂ കേട്ടോ. എൻ്റെ മോൻ്റെ പരിപാടിക്ക് ആരാദ്യം വരുന്നു എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാണ്. കുടുംബക്കാരിൽ ആരാദ്യം വരുന്നു നോക്കാം നമുക്ക്. അത് ആക്സിഡൻ്റലി സംഭവിച്ചാട്ടോ. നമ്മളെന്തായാലും സെയിം കളറാണ് ഏകദേശം. ഓക്കെ, സോ നമ്മളൊക്കെ റെഡി ആയി. ഇപ്പോൾ ചിഞ്ചു മാറ്റിപ്പോൾ വരും. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഇതാ ടേബിളും കാര്യങ്ങളും ഒക്കെ നാസിക്ക സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോയി മാറ്റിക്കാം. നമ്മൾ മാറ്റാൻ പോവാണ്. മാറ്റാൻ പോവാ. വാ, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ പ്യാപ്പിള എത്തിയിട്ടുണ്ട്. വാ പ്യാപ്പിള, പ്യാപ്പിള മാറ്റാൻ പോവാണോ? എല്ലാവരും പറഞ്ഞ് സെറ്റ് ആവാൻ പോവാണെന്ന്. അപ്പോൾ ആരാദ്യം എത്തും എന്നതിൽ ഇതാക്കിയിട്ട് നമ്മളെ അമ്മായും ഫാമിലിയാണ് കേട്ടോ ഫസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്കായിരിക്കും ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. തൊട്ട് ബാക്കിൽ 1 മിനിറ്റിൻ്റെ ഇതിൽ 1 സെക്കൻഡ് ഇതിൽ എൻ്റെ അനിയനും നാത്തൂനാട്ടോ മിസ്സായി പോയത്. അതിനെന്തായാലും ഇതാ ആളെ മാറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇവൻ്റെ അടുത്ത ഈ ഒരു കുർത്ത എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാണുന്ന പോലത്തെ ക്ലോത്തും കാര്യങ്ങളും അല്ല. ഇതൊരു ഓർഗൻസയിൽ വരുന്നതാണ്. അത്യാവശ്യം പ്രീമിയം ആയിട്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ എന്താ പറയുക, ഫുൾ പാൻറ്റിനൊന്നും അങ്ങനെ ലൈനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്.
പിന്നെ ഞാൻ ജസ്റ്റ് അവിടെ ഒരു ഇങ്ങനെ ചെസ്റ്റ് കാണുന്നതുകൊണ്ട് ഞാൻ അവിടെ ജസ്റ്റ് ഒരു ചെയിൻ പോലെ ഹാങ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. എൻ്റെ മൂത്ത ആൾ ഇപ്പോൾ പള്ളിയിൽ പോകുന്ന സമയത്ത് ഷെർവാണിയേനു ഇട്ടത് കേട്ടോ. ഒരു കോട്ട് പോലെ തോന്നിക്കുന്ന ഒരു ഷെർവാണിയേനു ഇട്ടത്. അപ്പോൾ എന്താ പറയുക, ആൾക്ക് ഇതാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ എന്താ പറയുക, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേനും പ്യാപ്പിളിനെ കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നിസാമ് ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട്, പരിപാടിയൊക്കെ എവിടെ വരെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതിനെന്തായാലും നമ്മൾ പിയാപ്പിള ചെയറിൽ ഇരിക്കുന്നില്ല, ആൾ ഇരിക്കുന്നേ ഇല്ല. ആ ഒരു സമയത്ത് എന്താ അറിയില്ല, എല്ലാവരും കണ്ടതിൻ്റെതാണോ ആയിരിക്കാം ചിലപ്പം ഒരു വാശി കേട്ടോ. അപ്പം ഞാൻ മടിയിലിരുത്തി, ഇതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ മൂത്ത ആളെയും മടിയിലിരുത്തിയിട്ടാണ് ഗിഫ്റ്റൊക്കെ വാങ്ങിയത്. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതേ ഏജ് തന്നെയാണ്, ആൾക്കും 3 വയസ്സിലാണ്, ഇവനക്കും 3 വയസ്സിൽ തന്നെയാണ് നമ്മൾ മാർക്കം ചെയ്തത്. ഇനിയിപ്പം അടുത്തൊരാളും കൂടി എനിക്കുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 5-6 വയസ്സായിട്ടേ ഇനി സുന്നത്ത് കഴിപ്പിക്കുകയുള്ളൂ എന്നുള്ളത്. കാരണം കുട്ടികൾ എന്തെങ്കിലുമൊക്കെ തിന്നും പിടിക്കുകയൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നുന്ന ആ ഒരു ഏജിലായിരിക്കും. പക്ഷേ ഒന്നുകൂടെ സുഖം ചെയ്ത് കിടക്കുന്നതൊക്കെ സുഖം വെച്ച് നോക്കുമ്പോൾ 3 വയസ്സായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ മോന്, അതായത് അവൻ്റെ കാക്ക ബൊക്കെ കൊടുത്തു. പിന്നെ മേമ, ഇതിൻ്റെ ആൻറ്റിൻ്റെ മക്കളാണ്. ആൻറ്റിൻ്റെ മക്കളൊക്കെ സ്വന്തമായിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ചോക്ലേറ്റൊക്കെ വെച്ച് ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവനക്ക് കൊടുത്തതാട്ടോ. ഭയങ്കര സന്തോഷം. അവർക്കൊക്കെ ഇന്നലെ പെരുന്നാൾ പോലെ ആയിരുന്നു ഇന്നത്തെ ഒരു പരിപാടി ആലോചിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് തന്നെ ഉറക്കം കിട്ടിയിട്ടില്ലായിരുന്നു, നാളത്തെ പരിപാടി എന്താവും, എല്ലാവരും വരുമോ, ചോറൊക്കെ തികയോ. സത്യം പറഞ്ഞാൽ ഒരു തള്ള വൈബ് ഫീലിംഗ് കിട്ടും നമുക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ശരിക്കത്തെ കല്യാണം പോലെ എനിക്ക് തോന്നിപ്പോയി. അത്രയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ എന്നെയും കുറേ ആക്റ്റീവായി ഹാപ്പിയായി കണ്ടു കേട്ടോ. നമുക്ക് മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റി വെച്ച് നമുക്ക് ഉള്ളറിഞ്ഞൊന്ന് സന്തോഷിക്കാമെന്ന് പറയുമ്പം അത് വലിയ കാര്യം തന്നെയാണ് അല്ലേ. എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യം തന്നെയാണ്. എല്ലാം നമ്മൾ സമാധാനത്തോടെ ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അങ്ങനെ എല്ലാവരും വകയുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് നമുക്ക് വരാനാണ് കേട്ടോ. പക്ഷെ പള്ളി ഇറങ്ങുന്ന സമയത്ത് ഇവരൊക്കെ തന്നെ ഉള്ളായിരുന്നുള്ളൂ. അപ്പം അവർ വകയൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അയൽവാസിയും എല്ലാവരും വകയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അനിയത്തി റിങ് ഇടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം അവൾ സാലറിയിൽ അവൾ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി അതൊക്കെ. പിന്നെ അതിൻ്റെ അയൽവാസിയാണ് കേട്ടോ, ഖദീസ്ത ക്യാഷാണ് കൊടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാ നമ്മൾ ദുആക്കെ ചെയ്ത് അവർ പള്ളിയിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോസൊന്നും, നമ്മൾ പള്ളിയിൽ പോകുന്നില്ലല്ലോ, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പം എന്തായാലും ഫുഡ് നമ്മൾ വെച്ച് വിളമ്പണമല്ലോ. കാരണം ജുമാ കഴിഞ്ഞ് വരുമ്പം ആണുങ്ങൾക്ക് എന്തായാലും വിശപ്പ്, മക്കൾക്കൊക്കെ വിശപ്പ് വരും. എന്തിന് നമുക്ക് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഇതാ ഒരു ഭാഗത്ത് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ മാമൻ്റെ മോനാട്ടോ, മാമൻ്റെ മോൻ്റെ കൈക്ക് ഇതായതുകൊണ്ട് മാമി വാരി കൊടുക്കുകയാണ്. ഞാൻ വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ട്, നാസിക്ക വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 പേരാണ് വരാതിരുന്നത്. അതിലെനിക്ക് നല്ല പരിഭവമുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ കേട്ടോളൂ, വരാത്തതിൽ എനിക്ക് നല്ല പരിഭവമുണ്ട്. അപ്പം എന്തായാലും ഞാൻ വിളിച്ച് വന്നവരൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതും നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സായിട്ട്, നാസ്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫാണ്. പക്ഷേ എന്താ പറയുക, നമ്മളൊക്കെ ഭയങ്കര ഒരു ബോണ്ടിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇപ്പൻ്റെ ഫാമിലി, എൻ്റെ അമ്മൻ്റെ ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ട്, ചിഞ്ചുവിൻ്റെ ഫാമിലി ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫറൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ താത്തയുടെ മോളും വന്നിരുന്നു. പിന്നെ അമ്മായി ഫാമിലി എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ നല്ല റാഹത്തായിട്ട് കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 2nd 3rd ട്രിപ്പിലാണ് എൻ്റെ ഉമ്മ, നാസ്കാൻ്റെ ഫ്രണ്ട്സുകളെ വൈഫ് അങ്ങനെയൊക്കെ ഇരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഫ്രണ്ട്സുകളാട്ടോ, നാസ്കാൻ്റെ ഫ്രണ്ട്സുകളാണ്. പിന്നെ ഇവരിതവിടെ ഒരു റിസോർട്ട് വൈബിൽ അവിടെയൊക്കെ കസേര ഇട്ട് നല്ല റാഹത്തായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ കഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഞാനൊരു പരിപാടിക്ക് അവസാനം ഫുഡ് കഴിക്കുന്നത്. അതെൻ്റെ മോൻ്റെ പരിപാടി ആയതുകൊണ്ടായിരിക്കും അല്ലേ. കാരണം നമ്മളെല്ലാവരും നോക്കും പിടിക്കുകയൊക്കെ വേണമല്ലോ അല്ലേ. സത്യം പറഞ്ഞാൽ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് എൻ്റെ കവിളൊക്കെ വേദനയായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഇവരെടുത്തിരുന്നാൽ തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. ഭയങ്കര എന്താ പറയുക, കോമഡിയാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സാംഗ്യം ഹസ്ബൻഡും മോളും വന്നിരുന്നേ. എനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായി ഞാൻ വിളിച്ച് അവൾ വന്നതിൽ. എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഉള്ളവരും ഞാൻ വിളിച്ചാൽ വരുന്നവരുമാണ്.
അപ്പോൾ എന്തെന്നായാലും രാത്രിയാകുമ്പോൾ നമുക്ക് പിന്നെയും ഗസ്റ്റ് ഉണ്ടായിരുന്നു, നാസ്കാനും ഫ്രണ്ട്സും വൈഫും ഒക്കെ, നമ്മൾ ഷാനിയും ആഫിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ബ്രൈഡ് മെയ്ഡിലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ടോഫ, അവൾ ക്യാരിങ് ആണ്, 9 മാസമായി. അപ്പോൾ ഇതാ അവരും വന്ന് അവരും ഫുഡൊക്കെ കഴിച്ചു പോയി. അങ്ങനെ എന്താ പറയുക, നമ്മളെ പരിപാടിയെല്ലാം കൊണ്ടും നല്ല മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഉഷാറായി കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ കിച്ചണിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എത്ര പാത്രം കഴുകിയാലും എത്ര വൃത്തിയാക്കിയാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. കുറേ ഉമ്മ തന്നെ കേട്ടോ, 2 ഉമ്മമാരും തന്നെയാണ് വൃത്തിയാക്കിയത്. പിന്നെ അതാ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചിലതൊക്കെ ആരൊക്കെ തന്നു എനിക്കറിയാം, പക്ഷേ ആരാണ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അറിയൂല. അപ്പം ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അടുത്ത വീഡിയോ കണ്ടാൽ മതി. ഇന്നിപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്താൽ ഇൻഷാല്ലാ നാളെ മറ്റന്നാളായിട്ട് ഞാൻ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് എന്താ പറയുക, ഒരുപാട് സന്തോഷം. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.